മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം ലഭിക്കാത്ത പലരും ഈ ലോകത്തിൽ ഉണ്ട്. നമുക്ക് ലഭിച്ച ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഈ പ്രപഞ്ചത്തോട് ചേർന്ന് സർവചരാചരങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കഴിയുന്ന ആളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളൊക്കെ വിദേശത്തിലായതിൻ്റെ പേരിൽ നോക്കുവാൻ ആളില്ലാതെ വൃദ്ധമന്ദിരങ്ങളിൽ സങ്കടപ്പെട്ടും വിഷമിച്ചുമൊക്കെ കഴിയുന്ന ധാരാളം മാതാപിതാക്കന്മാരുണ്ട്. അവരെല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുന്നതിന് അവർക്കും അവരെ പരിചരിക്കുന്നവർക്കും ഇടയാകണമേ എന്ന് നമുക്കവരെ സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ കർത്താവിന് എന്താണ് നമ്മോട് പറയുവാനായിട്ടുള്ളതെന്ന് നമുക്ക് ശ്രവിക്കാം. ദൈവത്തിൻ്റെ വചനം അത് ശക്തവും മജ്ജയിലും മാംസത്തിലുമൊക്കെ തുളച്ചു കയറുന്നതിന് ശക്തിയുമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് കഠിന ഹൃദയങ്ങളെയും മൃദുവാക്കുന്നതിനും ഏത് വ്യക്തിയിലും മാറ്റങ്ങൾ വരുത്തുന്നതിനും ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാഭിഷേകം നമ്മിൽ വന്നു നിറയുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഇടയാകും. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അവർ വചനം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ വലിയ മാറ്റത്തിന്, വലിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതിന് അവർക്ക് സാധിച്ചു. നമുക്കും ആത്മീയ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും
അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. പ്രിയപ്പെട്ടവർ, ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇത് യേശുവിൻ്റെ സ്വന്തം പട്ടണത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഈ തിരിച്ചുവരവിനൊരു പ്രത്യേകതയുണ്ട്. ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഈശോ തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് യേശുവിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള സാധാരണയുള്ള ഒരു സന്ദർശനമല്ല, മറിച്ച് തൻ്റെ ദൗത്യം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ഒരു വരവായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി അങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം ആരംഭിക്കുന്നത് യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ഇത് അതിനിർണായകമായിട്ടുള്ള ഒരു വിവരണമാണ്. പഠിപ്പിക്കുവാൻ, അതുപോലെ തന്നെ സുഖപ്പെടുത്തുവാൻ, പ്രഘോഷിക്കുവാനൊക്കെ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ഒരു ബന്ധം ആവശ്യമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലസമൃദ്ധങ്ങളായിട്ട് തീരുകയുള്ളൂ. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിവും ശക്തിയും ആശ്രയിച്ചല്ല നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയം അടങ്ങിയിരിക്കുന്നത്, മറിച്ച് പിതാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ആണ് എന്നാണ്. യേശു ആരംഭിക്കുന്നത് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ആത്മാവിൽ നിറഞ്ഞാണ്. ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ചെയ്യാനായിട്ടാണ് തയ്യാറാകേണ്ടത്. അപ്പോഴാണ് ഫലങ്ങൾ സമൃദ്ധമായിട്ടും പുറപ്പെടുവിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി ഈ ഭാഗം ആരംഭിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1ഉം 2ഉം വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ടാണ് യേശു തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് യേശുവിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ഹൃദയത്തിൽ പാപങ്ങൾക്ക്, അടിച്ചമർത്തപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്കൊക്കെ വലിയ ഒരു സ്ഥാനം ഉണ്ട് എന്നും. ഇത് ആത്മീയമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല, മറിച്ച് ഇതൊരു റാഡിക്കൽ കോൾ ടു ഹോളിസ്റ്റിക് ഹീലിംഗ് ഉള്ള ഒരു വിളിയാണ്. യേശു ആത്മാവിനെ ശ്രദ്ധിക്കുന്നു, അതേപോലെ തന്നെ മനുഷ്യരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെയും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇന്ന് ഈ വചനം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ്. യേശു ഇത് വായിച്ചിരുന്നതിന് ശേഷം എല്ലാ കണ്ണുകളും അവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എല്ലാവരും അവൻ്റെ പാണ്ഡിത്യത്തിലും അറിവിലുമൊക്കെ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഇരുന്നതിന് ശേഷം യേശു പറയുന്നു, ഇന്ന് ഈ വചനം പൂർത്തിയായിരിക്കുന്നു. യേശു പറയുന്നില്ല ഒരിക്കൽ ദൈവം ഇത് പൂർത്തിയാക്കും എന്നല്ല യേശു പറയുന്നത്. ഇന്ന് ഇവിടെ ഇത് ഞാൻ പൂർത്തിയാക്കും എന്നാണ് യേശു
പറയുന്നത്. അതിൻ്റെ അർത്ഥം കാത്തിരിപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നസറത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു വെല്ലുവിളിയാണ്. അവർക്ക് ഒരു ആശാരി ചെറുക്കനിലെ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ആ ഒരു വെല്ലുവിളിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളവും ഇന്നും ഉള്ളത്. യേശുവിലെ ദൈവത്തെ തിരിച്ചറിയുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ കൃപ ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതിയല്ല, ഇത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. നാം മിക്കപ്പോഴും ജീവിക്കുന്നത് ഇന്നലകളുടെ നഷ്ടത്തിലും നാളെക്കുറിച്ചുള്ള ആകാംക്ഷയിലുമൊക്കെയാണ്. എന്നാൽ ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇന്നിൽ ജീവിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആത്മാവിൽ ദരിദ്രരാണ് ഇന്ന് എന്ന കാര്യം നമ്മെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇന്നലെ നമ്മൾ ദരിദ്രരായിരുന്നു, അല്ലെങ്കിൽ നാളെ ദരിദ്രരായിരിക്കും എന്നൊക്കെയാണ്. എന്നാൽ ഈശോ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ് എന്നാണ്. ഈശോ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്ന് നീ നിന്റെ സ്വഭാവത്തിൻ്റെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവനാണ് എന്നുള്ളതാണ്. അതിനാൽ അതിൽ നിന്നും പുറത്തു പോകുന്നതിനായിട്ടുള്ള ഒരു വഴി നീ കണ്ടെത്തേണ്ടി ഇരിക്കുന്നു. അതുപോലെ തന്നെ ഈശോ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് നീ അന്ധനാണ് എന്നുള്ളതാണ്. നിന്റെ കാഴ്ച ശരിയല്ല, അപ്പോൾ ശരിയായിട്ടുള്ള ഒരു കാഴ്ച നിനക്ക് ആവശ്യമുണ്ട് എന്ന് ഈശോ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലെയും ഒക്കെ കൊണ്ടുവന്ന ആ സ്വാതന്ത്ര്യം, ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല, അത് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. സിനഗോഗിലിരുന്നവർ അവൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. പക്ഷേ അവർക്ക് അവനെ അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, നമ്മളെ ബഹുമാനിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലത്തെ പലപ്പോഴും അംഗീകരിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ. യേശുവിന് സംഭവിച്ച ഈ സാഹചര്യവും ഈ അവസ്ഥയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന ഒരു ബോധ്യവും ഇത് നമുക്ക് സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മെ നയിക്കുകയും നേരായ പാതയിലൂടെ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വിടുതലും സംരക്ഷണവും ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ഗുഡ്നസ് ടിവിക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ നിലനിൽക്കുന്നത് തന്നെ ധാരാളം ആളുകളുടെ പ്രാർത്ഥനയും സഹകരണവും കൊണ്ടാണ്. ഈ ലോകത്തിൽ ഇതിന് ഉണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും ലോകത്തിൻ്റെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്നതിനും ഈ ചാനലിനും ഈ ധ്യാന കേന്ദ്രത്തിനും ഇടയാക്കണമേ എന്ന് ഈ ധ്യാന കേന്ദ്രത്തെയും ചാനലിനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ദിവസവും ഒരു കൊന്തയെങ്കിലും ചൊല്ലി
മരിയൻ കൂടാരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് ഈ ധ്യാന കേന്ദ്രത്തിനും ചാനലിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കോഴി പോടാ. എന്നാ പറ്റിയ മോനെ? എന്നെ ആരും കൂട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് മാറി നിൽക്കും. ഹോ, ഇതാണോ ഇത്ര വലിയ പ്രശ്നം? ഇതുപോലുള്ള കുറവുകളിൽ നിന്ന് വലിയ നിലയിൽ എത്തിയിട്ടുള്ള എത്രയോ മഹാന്മാരുണ്ട്. എന്നാലും അച്ഛ, എല്ലാവരും എന്നോട് ഇതുവരെ മോനെ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിക്കാനുള്ള ഒരു മാജിക്ക് ഈ അച്ഛൻ്റെ കയ്യിലുണ്ട്. ആ മാജിക്കിന്റെ പേരാണ് മോനെ സംഗീതം. ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ വാവാ ഈശോ വാവാ, ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, മന്നയേ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, സ്വർഗീയ മന്നയേ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ.
ശ്വാസമായി വാവാ ജീവന്റെ നാഥനെ വാവാ ജീവശ്വാസമായി വാവാ ദിവ്യ തേജസ്സേ വാവാ എൻ ഹൃത്തിൽ നിറയുവാൻ വാവാ ദിവ്യ തേജസ്സേ വാവാ എൻ ഹൃത്തിൽ നിറയുവാൻ വാവാ ശാന്തിയായി വാവാ സൗഖ്യമായി വാവാ വരദാന ഭോജ്യമായി നീ വാ നന്മസ്വരൂപനേ വാവാ നിർമ്മലതാതനേ വാവാ നന്മസ്വരൂപനേ വാവാ നിർമ്മലതാതനേ വാവാ ജ്ഞാനസ്വരൂപനേ വാവാ പുതു സൃഷ്ടിയാക്കാൻ വാവാ ജ്ഞാനസ്വരൂപനേ വാവാ പുതു സൃഷ്ടിയാക്കാൻ വാവാ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഹൃദ്യമായി നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനിലും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.